ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ വുമൻസ് ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ SBI നമുക്കൊരു പുതിയൊരു ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നാരി ശക്തി എന്ന് പറഞ്ഞിട്ടൊരു SBIയുടെ നാരി ശക്തി റൂപേ ഡെബിറ്റ് കാർഡ് എന്നൊരു സാധനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എന്താ പറയുക ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു ഡെബിറ്റ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളൊരു SBIയുടെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് നോർമലി ഉള്ള ഡെബിറ്റ് കാർഡ് മാറ്റിയിട്ട് വേണമെങ്കിൽ ഈ ഡെബിറ്റ് കാർഡ് എടുക്കാം. അതായത് നിങ്ങളൊരു ഫീമെയിൽ ആണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയാം. ഇതിന് ആക്ച്വലി ജോയിൻ ഫീസ് വരുന്നുണ്ട് 490 രൂപ പ്ലസ് GST. ആനുവൽ ഫീസ് 390 രൂപ പ്ലസ് GST വരുന്നുണ്ട്. നമുക്കിത് എടുക്കുമ്പോൾ ഗിഫ്റ്റ് കോച്ചേഴ്സ് ആയിട്ട് 500 രൂപയുടെ കൂപ്പൺ ഫോർ നൈക്ക കിട്ടുന്നുണ്ട് പെർ ഇയർ ഒരെണ്ണം. 250 രൂപയുടെ കൂപ്പൺ ഫോർ ഫ്ലിപ്കാർട്ട് നമുക്ക് പെർ ക്വാർട്ടറിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 500 രൂപയുടെ കൂപ്പൺ ഫോർ ജീവ, അതായത് സിൽവർ സൈറ്റ് ഉണ്ടല്ലോ, 1 ഇയർ പെർ ഇയർ ഓരോ കൊല്ലത്തിലും കിട്ടുന്നുണ്ട്. അത് നല്ലൊരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് അതർ ബെനിഫിറ്റ്സ് നോക്കി കഴിഞ്ഞാൽ Z5ന്റെ സബ്സ്ക്രിപ്ഷൻ ആനുവലി കിട്ടും. അപ്പോൾ നല്ല എന്ന് വെച്ചാൽ 490 രൂപ കൊടുക്കുന്നതിന് നല്ല ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ കോംപ്ലിമെന്ററി ഗാന സബ്സ്ക്രിപ്ഷൻ ആനുവലി വർത്ത് ₹590 കിട്ടുന്നുണ്ട്. അതും കൊള്ളാം. 250 രൂപ ഓഫ് ഓൺ 1 മൂവി ടിക്കറ്റ് ആനുവലി ത്രൂ ബുക്ക് മൈ ഷോ. അത് പിന്നെയും കുഴപ്പമില്ല, എന്നാലും കൊല്ലത്തിൽ പറഞ്ഞുള്ളൂ. അത് 100 രൂപ. പിന്നെ 1 ഫ്രീ ഡൊമസ്റ്റിക് ലോഞ്ചസും കിട്ടുന്നുണ്ട്. അതും കൊള്ളാം. 500 രൂപ ഓഫ് ഓൺ ഇക്സിഗോ പെർ ഇയറും കിട്ടുന്നുണ്ട്. അതും കൊള്ളാം. വുമൻസ് ആനുവലി ഹെൽത്ത് പാക്കേജ് കിട്ടുന്നുണ്ട്. അതും കൊള്ളാം. ഇൻക്ലൂഡിങ് പാപ്സ്മിയർ, അതായത് നമ്മുടെ എന്താ പറയുക വെജൈനൽ ക്യാൻസർ സംഭവം ടെസ്റ്റ് ചെയ്യുന്ന സംഭവം. പിന്നെ ഇൻഷുറൻസ് ആയിട്ട് പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവർ അപ് ടു 10 lakhs കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 490 രൂപ കൊടുക്കണമെന്ന് നഷ്ടമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല പെർക്സ് വരുന്നുണ്ട്. ഇത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്ത പെർക്സ് ആണോ അതോ പെർമനൻ്റ് ആയിട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല, ടെമ്പററി ആയിട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ ആനുവലി നമുക്ക് ഇത് ലിമിറ്റ് ഞാൻ പറയാം. ഈ കാർഡ് നമുക്ക് ATM വിഡ്രോവലിന് ലിമിറ്റ് അപ് ടു 1 lakh ആണ്. അതുപോലെ തന്നെ ഡെയിലി POS ലിമിറ്റ് ആണെങ്കിൽ 5 ലക്ഷമാണ് നമുക്ക് ലിമിറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ബേസിക് കാർഡും അല്ല, ഭയങ്കര പ്രീമിയം കാർഡും ഇല്ല. അപ്പോൾ അതിൻ്റെ നടുവിൽ വരുന്ന ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം സാധനം കേട്ടോ. അപ്പോൾ നല്ല കാർഡാണ്. നിങ്ങൾ ആക്ച്വലി ഓൾറെഡി SBIയുടെ കസ്റ്റമർ ആണെങ്കിൽ, ബാങ്ക് കസ്റ്റമർ ആണെങ്കിൽ, അക്കൗണ്ട് കസ്റ്റമർ ആണെങ്കിൽ, സേവിങ്സ് അക്കൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്കൗണ്ടിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഡെബിറ്റ് കാർഡ് മാറ്റിയിട്ട് ഈ ഡെബിറ്റ് കാർഡ് എടുക്കാം കേട്ടോ. അതും വുമൺ ആണെങ്കിൽ മാത്രം. പക്ഷേ ഈ കാർഡ് ശരിക്കും ആക്ച്വലി മെൻഷനും വേണമായിരുന്നു. നല്ല പെർക്സ് ഉണ്ട് കേട്ടോ, സത്യം പറയാലോ. അപ്പോൾ എനിക്ക് സാധനത്തിൻ്റെ പെർക്സ് ഉണ്ട്. ശരിക്കും ഈ ആനുവൽ ഫീ കൊടുക്കുന്നതിന് വലിയ നഷ്ടം എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ 2 മെയിൻ ചാനൽസും കാണാൻ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മളിക്കൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ 3ാമത്തെ ചാനൽ ജയിച്ചിട്ട് പോലെ കാണാൻ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ, മറക്കണ്ട. അപ്പോൾ അതിൻ്റെ ചെയ്താലോ, അടുത്ത കാണാം.